നമസ്കാരം കുട്ടികളെ. ഒരു ജീവിയുടെ ജീവനുള്ള ഏറ്റവും ചെറുതും സ്വയം വിഭജനശേഷി കാണിക്കുന്നതുമായ അസ്തിത്വമാണ് കോശം. ഘടനാപരമായും ധർമ്മപരമായും ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തിൻ്റെ സ്തരാവരണമാണ് ഒരു കോശത്തെ മറ്റൊരു കോശത്തിൽ നിന്നും വേർതിരിക്കുന്നത്. കോശദ്രവ്യത്തിനകത്തെ മുഖ്യ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, ഗോൾഗി വസ്തുക്കൾ എന്നിങ്ങനെ കോശാംഗങ്ങൾ വിവിധ തരത്തിലുണ്ട്. കോശവിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയുടെ ഫലമാണെന്ന് പറയാം. സാധാരണ മൈക്രോസ്കോപ്പുകൾക്ക് വസ്തുക്കളെ പരമാവധി 2000 മടങ്ങ് മാത്രമേ വലുതായി കാണിക്കാൻ കഴിയൂ. പ്രകാശ സ്രോതസ്സിന് പകരം ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. വസ്തുക്കളെ വ്യക്തതയോടെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിർഭാവത്തോടെയാണ് കോശത്തിനുള്ളിലെ സൂക്ഷ്മഘടകങ്ങളായ കോശാംഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ലഭിച്ചത്. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനാണ് കോശകേന്ദ്രം എന്ന് കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. കോശത്തിനുള്ളിൽ നിരവധി ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മർമ്മം എന്ന് പറയുന്ന ഇരട്ട സ്തരമുള്ള ഒരു കോശാംഗമാണ്. ഈ സ്തരമാണ് മർമ്മസ്തരം എന്നറിയപ്പെടുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും ഇതിൽ കാണപ്പെടുന്നു. മർമ്മകം എന്നത് ഗോളാകൃതിയിൽ കാണപ്പെടുന്നതാണ്. ഇവ റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കാണപ്പെടുന്നു. അതിൽ ജീനുകളും ഉൾപ്പെടുന്നു. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് ഇവ സഹായിക്കുന്നു. ജന്തുക്കളുടെ ഒരു തരത്തിലുള്ള വർഗീകരണമാണ് പ്രൊക്കാരിയോട്ടുകളും യൂക്കാരിയോട്ടുകളും. പ്രൊക്കാരിയോട്ട് എന്നാൽ അവയ്ക്ക് ഒരു നിശ്ചിത മർമ്മമില്ല. അവയ്ക്കുദാഹരണമാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. എന്നാൽ യൂക്കാരിയോട്ടുകൾക്ക് കൃത്യമായൊരു മർമ്മമുണ്ട്. അത് ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്തതുമാണ്. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ ഒക്കെ യൂക്കാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്.